ർക്കും പുതിയ വീഡിയോയിലുള്ള സ്വാഗതം. നമ്മളിന്ന് 3-4 ന്യൂസിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. നമുക്ക് നേരെ കൂടുതൽ സമയം കളയാണ്ട് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. തന്നെ നമുക്ക് നമ്മൾ ലോക്കേൻ്റെ കളക്ഷൻ പറഞ്ഞു തുടങ്ങാം. അറിയാം, ലോക്ക് ഔട്ട്ഡേറ്റഡായി 1 മാസമോ കഴിഞ്ഞ് പടം ഇറങ്ങിയിട്ട്. എന്നാലും ഞാൻ പറയുവാണ്, കേരളയിലല്ല ഇന്ത്യയിൽ നല്ല സ്ട്രോങ് ഹോൾഡാണ് ലോക്കൊക്കെ ഇപ്പോഴും. എന്തിനാ മിനിങ്ങാന്ന് വെച്ചാൽ ഡേ ബിഫോർ യെസ്റ്റർഡേ കേരളയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് വെച്ചാൽ ബാൾട്ടി ഇറങ്ങി, കരം ഇറങ്ങി, എന്നിട്ട് പോലും കേരള ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് നമ്മുടെ ലോക്കൊക്കെയാണ്. ഡേ ബിഫോർ യെസ്റ്റർഡേ 1.5 കോടിയാണ് സിനിമയ്ക്ക് കേരളയിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ പറഞ്ഞു തുടങ്ങാം. സിനിമ ഇറങ്ങിയിട്ട് 1 മാസമായി. 1 മാസത്തിനുള്ള സിനിമയ്ക്ക് ഇതുവരെ 288 288 ക്രോറാണ് വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ 150 കോടി ഇന്ത്യയിൽ നിന്നാണ്. ഓവർസീസിൽ നിന്ന് 117 കോടി. സിനിമയുടെ ബഡ്ജറ്റിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചു, 30 കോടി മാത്രമേ സിനിമയുടെ ബഡ്ജറ്റ് ഉള്ളൂ. എന്നിട്ടാണ് 288 കോടി എന്നുള്ള കളക്ഷൻ നേടി നമ്മുടെ മോളിവുഡിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ടാഗ് മേടിച്ചിരിക്കുകയാണ് ലോക്ക സിനിമയ്ക്ക് ഇതുവരെ കേരളയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 104 കോടിയാണ്. നമ്മുടെ തുടരും സിനിമേൻ്റെ കേരള കണക്ഷനായിട്ട് പറയുന്നത് 118 കോടിയാണ്. അത് കിടക്കുമോ എന്നറിയില്ല. എന്നാലും സിനിമയ്ക്ക് അത്യാവശ്യം 1 കോടി 1.5 കോടിയൊക്കെ വെച്ച് കേരളയിൽ നിന്ന് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തടുത്ത് എത്താനൊരു ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ലോക്കേൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. സിനിമ ഏതൊക്കെയാലും ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററാണ്. ഇപ്പോഴും നല്ല റണ്ണാണ് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്കൊന്നും OTT റിലീസ് ഉണ്ടാവില്ല എന്ന് നമ്മുടെ DQ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. അതാണ് നമ്മുടെ കാന്താരനെ പറ്റിയിട്ട്. കാന്താര ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയുടെ പ്രീ സെയിൽസ് നമുക്ക് റിപ്പോർട്ട് നോക്കാം. അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് 1-2 ദിവസം ആവറായി. ഇതൊക്കെ നമുക്ക് പ്രീ സെയിൽസ് നോക്കിയേക്കാം. സിനിമ ഇതുവരെ 10 കോടിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇതിൻ്റെ പ്രീ സെയിൽസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓവറോൾ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 12 കോടി 75 ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമയ്ക്ക് പ്രീ സെയിൽസ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ മേജർ ഷെയർ വന്നേക്കുന്നത് നമ്മുടെ കർണാടകയിൽ നിന്നാണ്. 125 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പടമാണ്. നല്ല റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ ഈ സിനിമ ഹിറ്റ് ആവൂ. കാരണം ഇതുവരെ 12 കോടിയാണ് പ്രീ സെയിൽസ് എങ്കിൽ ഒരു 20 കോടി അറൗണ്ട് ഒക്കെ ആയിരിക്കും ഇതിന് ഫസ്റ്റ് ഡേ കളക്ഷൻ പ്രോബ്ലി. ഈ പ്രീ സെയിൽസ് പ്രകാരം നോക്കുവാണെങ്കിൽ ട്രെയിലറിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മിക്സ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെയാണ് ട്രെയിലറിന് കിട്ടിയത്. കുറേ പേർ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് സ്ക്രിപ്റ്റ് ഇല്ലാന്ന് തോന്നി. അങ്ങനെ പല പല ഒപ്പീനിയൻസാണ് ട്രെയിലറിനെ പറ്റി കിട്ടിയത്. ഏതായാലും ബാക്കി അതിൻ്റെ വിധി എന്താണെന്ന് റിവ്യൂസ് വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തതാണ് നമ്മുടെ ബാൾട്ടി സിനിമ. ബാൾട്ടി സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായബിയങ്കർ മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത്. പുള്ളിക്കാരന് 2 കോടി രൂപയാണ് മോളിവുഡ് കൊടുത്തിരുന്നത് ഈ സിനിമയ്ക്ക് മ്യൂസിക് ഉണ്ടാക്കാനായിട്ട്. ഏതൊക്കെയായാലും അന്ന് ഇറങ്ങിയ വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ കരവും ബാൾട്ടിയും വെച്ച് നോക്കുമ്പോൾ ബാൾട്ടിക്കാണ് ഏതൊക്കെയായാലും റിവ്യൂസ് കൂടുതൽ. കരത്തിൻ്റെ കാര്യം നമുക്ക് പറയാം, അതൊരു ദുരന്തമാണ് ആകാൻ പോകുന്നത്. ഏതൊക്കെ നമുക്ക് ബാൾട്ടീൻ്റെ കാര്യത്തിലോട്ട് തന്നെ കിടക്കാം. ബാൾട്ടി സിനിമ ഫസ്റ്റ് ഇടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85 ലക്ഷം രൂപയായിരുന്നു. അതിൽ നിന്ന് തന്നെ 75 ലക്ഷം രൂപ മലയാളത്തിൽ നിന്നാണ് കിട്ടിയത്. 2-ാം ദിവസം 1 കോടി രൂപ അതിന് കിട്ടി. അതിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് മലയാളത്തിൽ നിന്ന് കിട്ടിയത്. 3-ാം ദിവസം അതിന് 1 കോടി 15 ലക്ഷം രൂപ കിട്ടി. അതിൽ നിന്ന് 1 കോടി രൂപയാണ് മലയാളത്തിൽ നിന്ന്. നമുക്ക് കാണാം 3 ദിവസം ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കളക്ഷൻ മേളിലോട്ടാണ്. സിനിമയുടെ ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ക്ലിയർ അല്ല. എന്നാലും ഒരു 5 കോടി 6 കോടി റേഞ്ചിലായിരിക്കും എൻ്റെ ബഡ്ജറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ ഇതുവരെ ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കളക്ഷൻ 3 ദിവസം കൊണ്ട് സിനിമ 3 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് 3 കോടി നമ്മുടെ ബാൾട്ടി സിനിമ നേടിയിട്ടുണ്ട്. അതിൽ നിന്ന് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ 3 കോടി 55 ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3 ദിവസം കൊണ്ട് നേടിയേക്കുന്നത്. ഏതൊക്കെയാലും പടം ഒരു ഹിറ്റാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതേ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ. അതാണ് ബാൾട്ടി സിനിമയിലെ കാര്യം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ന്യൂസിലോട്ട് ആൻഡ് ഫൈനൽ ന്യൂസിലോട്ട് കിടക്കാം. അതാണ് കരം സിനിമ. ഏതൊക്കെയായാലും കരം ഒരു ഡിസാസ്റ്റർ ആയിരിക്കുകയാണ്. കരം എന്ന് പറയുന്നൊരു പടം വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തൊരുക്കിയ പടമാണ്. പുള്ളിക്കാരൻ്റെ ഇത്രയും വെച്ചാൽ 6-7 പടം ഡയറക്റ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് വലിയൊരു ഡിസാസ്റ്റർ ലിസ്റ്റിലോട്ടൊരു പടം പോകുന്നത്. അത്യാവശ്യം ഹൈപ്പും ഹോപ്പൊക്കെ ഇറങ്ങിയ ഒരു പടമായിരുന്നു. ഏകദേശം പടത്തിന് വേണ്ട അത്ര റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ടും അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ ഒരുക്കിയ പടം ആയതുകൊണ്ടും സിനിമ ഫ്ലോപ്പ് ആവുകയാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് നേരെ കടക്കാം. കരം സിനിമേൻ്റെ ബഡ്ജറ്റ് ആദ്യം പറയാം. ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ അതിൻ്റെയും ബഡ്ജറ്റ് ഒരിടത്ത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നാലും ഒരു 10 കോടിക്ക് അണ്ടല്ലേ, 10 കോടി റേഞ്ചിൽ ആണ് ഇതിൻ്റെ ബഡ്ജറ്റിനാണ് പറയുന്നത്. ഒരു പ്രോബിലി ഒരു 7-8 കോടിക്ക് അടുത്തായിരിക്കും എന്നാണ് കേൾക്കുന്നത്. സിനിമയുടെ കളക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദിവസത്തിന് കിട്ടിയത് 47 ലക്ഷം രൂപയാണ്. 47 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. പക്ഷെ 47 ലക്ഷം രൂപ കിട്ടി. അതിൻ്റെ സെക്കൻഡ് ഡേ നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. സെക്കൻഡ് ഡേയിൽ വരെ 14 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ബിഗ് ഡ്രോപ്പാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിലോട്ട് പോകുമ്പോൾ. തേർഡ് ഡേ നോക്കുവാണെങ്കിൽ വീണ്ടും 11 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ. വീണ്ടും 3 ലക്ഷം രൂപയുടെ ഡ്രോപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാലും 3 ദിവസം കൊണ്ട് സിനിമ ഇതുവരെ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത് 72 ലക്ഷം രൂപയാണ്. അതായത് വേൾഡ് വൈഡ് കളക്ഷൻ ആണെങ്കിൽ 84 ലക്ഷം രൂപ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് 1 കോടി എന്നൊരു മാർക്ക് പോലും ഈ സിനിമയ്ക്ക് താണ്ടാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് വലിയൊരു ഡിസാസ്റ്ററിലോട്ടാണ് ഈ പടം പൊക്കുകൊണ്ടിരിക്കുന്നത്. സിനിമ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
700 സ്ക്രീൻസിലായിരുന്നു സിനിമ റിലീസ് ഒരുക്കിയിരുന്നത്. ഒരു പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസൻ പടം 1 കോടി പോലും താണ്ടാൻ പറ്റാണ്ട് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് അതൊക്കെയാണ് ഒരു പടത്തിൻ്റെ റിവ്യൂ. സിനിമേൻ്റെ വിധി വിധിക്കട്ടെ എന്ന് പറയുന്നത്. നമുക്ക് കാന്താരൻ്റെ കാര്യം എന്താവുമെന്ന് കണ്ടറിയാം. ഏതൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ഈ ഇറക്കിയ സിനിമ കളക്ഷൻ റിപ്പോർട്ട്. ഞാൻ ബാൾട്ടീനെ പറ്റി പറഞ്ഞു, കരുത്തിനെ പറ്റി പറഞ്ഞു, കാന്താരനെ പറ്റി പറഞ്ഞു, പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ലോക്കിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് എന്ത് വീഡിയോ ഇഷ്ടമായി തിരിച്ച് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.